വേദപുസ്തകത്തിൽ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കൂടെയുള്ള ആത്മീക പാഠങ്ങളായിരിക്കും നാം ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത്. ലൈഫ് ഓഫ് ഏബ്രഹാം 1998 BC ജീവിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ ഒന്ന് കണക്കുകൂട്ടി നോക്കി. ആ 2000-ഉം പിന്നീടൊരു 2000-ഉം പിന്നീടൊരു 24-ഉം ഒക്കെ കൂട്ടുമ്പോൾ എത്രയോ വർഷങ്ങൾ, 4000 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ദൈവ വിളിയുടെ മുമ്പിൽ ഒരു ചുവടെടുത്തത് അദ്ദേഹത്തെ ഇന്ന് ഭൂമിയിൽ ആരാക്കി. ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായ കാര്യം, ഇത്രയുമൊക്കെ ആകുമെന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചതല്ല. അദ്ദേഹം ഇതൊന്നും കണ്ടുമില്ല, അനുഭവിച്ചും ഇല്ല. എന്നാൽ ആ വലിയ മനുഷ്യനിൽ കൂടെ ലോകത്തെ അനുഗ്രഹിച്ചു, ഒരു സമൂഹത്തെ അനുഗ്രഹിച്ചു, ക്രിസ്തീയ വിശ്വാസികളെ ഇന്ന് അനുഗ്രഹിക്കുന്നു. ജീവിതത്തിൽ അനേകമായ പ്രതിസന്ധികൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിൽ കൂടെ വിശ്വാസികൾ ഇന്നും ബലം പ്രാപിക്കും. ദൈവരാജ്യത്തിൽ വലിയവനായ മനുഷ്യൻ. വംശാവലി മത്തായിയുടെ സുവിശേഷം എഴുതി തുടങ്ങിയപ്പോൾ ആദാമിൻ്റെ സന്തതി എന്ന് തുടങ്ങാതെ അബ്രഹാമിൻ്റെ സന്തതി എന്ന് തുടങ്ങത്തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രത്യേക പരിപാടിയിൽ വലിയവനായി തീർന്ന ഒരു മനുഷ്യൻ. ഇതിനകത്തൂടെ നമുക്ക് ഏറെ അനുഭവ പാഠങ്ങൾ പഠിക്കാനുണ്ട്. 3 ജാതികൾക്ക് അദ്ദേഹം വിലപ്പെട്ടവനാണ്. യഹൂദ പാരമ്പര്യത്തിലുള്ളവർക്ക് അവരുടെ പിതാവായി അറിയപ്പെടുന്നു. അബ്രഹാം ഞങ്ങളുടെ പിതാവ് എന്നാണ് അവർ പറയും. അറബി സമൂഹത്തിന് അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസത്തിലുള്ള ആളുകൾക്ക് ദൈവത്തിൻ്റെ സ്നേഹിതനായി അബ്രഹാമിനെ അവർ കണ്ടെത്തും. വിശ്വാസികളായ നമുക്ക് അദ്ദേഹം ഫാദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ, വിശ്വാസികളുടെ പിതാവ്. ദൈവം കാലാകാലങ്ങളിൽ ആരംഭം കുറിക്കുന്നതായി കാണുന്നുണ്ട്. ആദാമിൽ സൃഷ്ടിയിൽ ഒരാരംഭം കുറിച്ചു. ആദിയിൽ ദൈവം എന്ന് പറഞ്ഞു തുടങ്ങുന്നത് അവിടെയാണ്. ആദാമിനെ സൃഷ്ടിച്ച് മനുഷ്യരാശിയുടെ ആരംഭം. എന്നാൽ ഒരു ജലപ്രളയത്തിന് ശേഷം വീണ്ടും ഒരു ആരംഭം കുറിക്കുന്നു. അത് നോഹയിൽ കൂടെ. നോഹയുടെ വംശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, അനദർ ബിഗിനിങ്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഈ ബാബേൽ ഗോപുരം തകർന്ന് ജനം ഭാഷയിൽ ഛിദ്രിച്ചു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ വീണ്ടും ദേശത്തെ അനുഗ്രഹിക്കാൻ, സമൂഹത്തെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ച സമയത്ത് ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കും, അബ്രഹാം. ത്രൂ അബ്രഹാം അനദർ ബിഗിനിങ്. എന്താണ് അബ്രഹാമിൻ്റെ ഒരു പ്രസക്തി എന്ന് നമ്മൾ ചിന്തിക്കാൻ കാരണം, യേശുതമ്പുരാൻ തൻ്റെ സന്ദേശത്തിൽ അബ്രഹാമിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. യോഹന്നാൻ 8:53 നമുക്ക് വളരെ സ്പെസിഫിക്കായി കാണാൻ കഴിയും. അപ്പസ്തോലന്മാർ പ്രത്യേകിച്ച് അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ പ്രകീർത്തിച്ച് പറയുകയും വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കാൻ അബ്രഹാമിൻ്റെ ജീവിതം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉപദേശങ്ങളിൽ പലതും നല്ല തെളിവായി നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണത്തക്കവണ്ണം എക്സംപ്ലിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സാമ്പിളായി കാണിക്കാൻ അബ്രഹാമിൻ്റെ ജീവിതം, ദൈവികമായ തെരഞ്ഞെടുപ്പ്, വേർപെട്ട ജീവിതം, സമർപ്പണ ജീവിതം, വിശ്വാസ ജീവിതം, ഇതിനൊക്കെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നല്ല തെളിവുകൾ കാണാൻ കഴിയുന്നു. ഹാവേലും ഹാനോക്കും നോഹയുമൊക്കെ നീതിമാന്മാരായിരുന്നു. അങ്ങനെയാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരായ. എന്നാൽ അബ്രഹാമിന് അതിൽ നിന്നും വ്യത്യസ്തമായൊരു കാര്യമുണ്ട്. അവരൊക്കെ നീതിമാന്മാരായിരുന്നെങ്കിലും
അവരിൽ കൂടെ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളൊരു വാഗ്ദത്തമോ അങ്ങനെ ഒരു അനുഭവമോ അവർക്കുണ്ടായില്ല. എന്നാൽ അബ്രഹാമിൽ കൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ടു ബിക്കം എ ബ്ലെസ്സിങ്. എനിക്ക് തോന്നുന്നു ലഭിക്കാവുന്ന വലിയൊരു പദവിയാണ്. ലോകത്തിന്, ജനത്തിന്, സമൂഹത്തിന് അനുഗ്രഹമായി തീരുക. ടു ബിക്കം എ ബ്ലെസ്സിങ് ഫോർ അതേഴ്സ്. എത്ര നല്ല അനുഭവം. അബ്രഹാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചാരംഭിക്കുകയാണല്ലോ. ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഹിസ് ലൈഫ്. അദ്ദേഹം കൽദേയരുടെ ഊര് എന്ന് പറയുന്ന പട്ടണത്തിൽ പാർക്കുന്നതായി നമുക്ക് 11-ാമത്തെ അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ, അപ്പസ്തല പ്രവൃത്തി 7-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ എപ്പോഴാണ് അബ്രഹാമിന് ദൈവം വെളിപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസൊപ്പൊത്താമിയയിൽ വെച്ച് അബ്രഹാമിന് തേജോമയനായി ദൈവം വെളിപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രദേശത്ത് നിന്നും വന്ന ഒരു പുരുഷനാണ്. അതുമാത്രമല്ല, ഈ ഉൽപ്പത്തി 11-ൻ്റെ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചല്ലോ. അവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അന്നുണ്ടായിരുന്ന സംസ്കാരത്തിൽ ഉറ്റബന്ധമായിരുന്നു. അപ്പന്മാർ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, അവരുടെ മക്കൾ തമ്മിൽ പലരെക്കുറിച്ച് അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. തേരഹിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, തേരഹിൻ്റെ മക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഭാര്യമാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹാരാൻ എന്ന് പറയുന്ന സഹോദരൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഹാരാൻ്റെ പുത്രനായ ലോത്തിനെ എടുത്ത് അബ്രഹാം തന്നോട് ചേർക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. സോ അപ്പോൾ ആ സംസ്കാരത്തിൽ ഫാമിലി റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിരുന്നു എന്നുള്ളതിന് ഒരു പക്ഷേ ഇതിനകത്തൂടെ നമുക്ക് തെളിവുണ്ട്. കുടുംബബന്ധത്തിൻ്റെ ഒരു ഉറപ്പോടെ ഇവിടെ ഒന്ന് സാധൂകരിക്കാൻ ആഗ്രഹിക്കുന്നു. അക്കാലത്തൊക്കെ ഈ മക്കളില്ലാതെ വന്നാൽ ആ ഒരു സ്ത്രീയെക്കുറിച്ച് സമൂഹത്തിൽ വില കുറയാൻ സാധ്യതയുണ്ട്. ഉപേക്ഷിക്കുന്ന ഭർത്താക്കന്മാരുമുണ്ട്. എന്നാൽ സാറ മച്ചിയായിരുന്നു, അവർക്ക് മക്കളില്ലായിരുന്നു. എങ്കിലും അബ്രഹാം ദീർഘവർഷങ്ങൾ സാറായുമായുള്ള ബന്ധത്തിൽ, വളരെ ഉറ്റ ബന്ധത്തിൽ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. സോ ഫാമിലി റിലേഷൻഷിപ്പ് വാസ് ഗുഡ്. മൂന്നാമത് നാം നോക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ മുൻപറഞ്ഞ 2 കാര്യങ്ങളൊക്കെ മനോഹരമായിരുന്നെങ്കിലും അബ്രഹാമിൻ്റെ പിതാക്കന്മാർ വിഗ്രഹാരാധികളായിരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അബ്രഹാമിൻ്റെ പിതാവ്, അബ്രഹാമിൻ്റെയും നാഹോറിൻ്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. സോ ബാക്ക്ഗ്രൗണ്ട് അതാണ്. അന്യദൈവങ്ങളെ സേവിച്ചുകൊണ്ടിരുന്ന സമൂഹത്തിൽ നിന്ന് വിളിക്കപ്പെട്ടൊരു മനുഷ്യനാണ്. സോ ദർ ആർ ഗുഡ് തിങ്സ് ഇൻ ഹിസ് ബാക്ക്ഗ്രൗണ്ട്, ഓൾസോ ബാഡ് തിങ്സ് ഇൻ ഹിസ് ബാക്ക്ഗ്രൗണ്ട്. ഇനി നമുക്ക് അവിടേക്ക് നോക്കാം. അബ്രഹാമിന് മക്കളില്ലായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ ചില പ്രതിസന്ധികളൊക്കെ നേരിട്ടൊരു മനുഷ്യനാണ്. ഈ മനുഷ്യനെയാണ് തമ്പുരാൻ വിളിക്കുന്നത്. ദ കോൾ കംസ്. അബ്രഹാമിൻ്റെ മേൽ വന്ന വിളിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒന്ന്, ഇത് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് പുറപ്പെട്ടത്. ഇറ്റ് ഈസ് എ സോവറിൻ കോൾ. ദൈവത്തിൻ്റെ കർത്തൃത്വത്തിൽ, സർവാധികാരത്തിൽ, തൻ്റെ മുൻനിർണയത്തിൽ വന്ന വിളിയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ നദിക്കക്കരെ പാർക്കുന്ന, അന്യദൈവങ്ങളെ സേവിക്കുന്ന, മെസൊപ്പൊത്താമിയയിൽ പാർക്കുന്ന ആ സമൂഹത്തിലുള്ള ഈ മനുഷ്യന് ദൈവം തൻ്റെ വിളി കൊടുക്കണമെങ്കിൽ, ഗോഡ്സ് കോൾ കമ്മിങ് ടു ഹിം, സോവറിൻ വിൽ ഓഫ് ഗോഡാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ നമ്മുടെ മേൽ അയച്ച വിളിയെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അത് പ്രത്യേകമായിട്ട് ഓർത്തുകൊള്ളണം. ദൈവത്തിൻ്റെ വിളിയാണ് ഇത്. പത്രോസ് അപ്പോസ്തലൻ അതിൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിന് ഒത്തവണ്ണം വിളിച്ചതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുക. ഫോർ നോളജ് ഓഫ് ഗോഡ്.
അതിനകത്തോട്ട് പോയി പഠിച്ച് മനസ്സിലാക്കി പറയാൻ എനിക്ക് കഴിവില്ല. ആർക്കെങ്കിലും കഴിയുമോ എന്ന് എനിക്കും അറിഞ്ഞുകൂടാ. തമ്പുരാൻ്റെ മുന്നറിവിന് ഒത്തവണ്ണം. അപ്പോൾ ഏറെ നന്ദിയോടും സ്തോത്രത്തോടും ജീവിക്കാൻ നമുക്ക് കടപ്പാടുണ്ട്. കാരണം അബ്രഹാമിനെ മുന്നറിവിൽ കണ്ട ദൈവം തൻ്റെ മുൻനിർണയത്തിൽ നമ്മെ കൂടെ ഉൾപ്പെടുത്തി എന്നുള്ളത് ഓർക്കുമ്പോൾ ഏറെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. God has called us in his foreknowledge. ഇനി നോക്കിക്കാട്ടെ, ഇത് കൃപയാലുള്ളൊരു വിളിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് വർണ്ണിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല. ഐ ഹാവ് ചൂസൺ യു. അതിനകത്തൊന്നേ പറയാനുള്ളൂ, ഗ്രേസ്. തൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ വീഴാനിടയായത് അവൻ്റെ മഹാകൃപ. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ അല്പം ഒന്ന് അഹങ്കരിക്കാറുണ്ട്. നല്ല പാരമ്പര്യം നല്ല പാരമ്പര്യമാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. എന്നാൽ പാരമ്പര്യമൊന്നും അല്ല ഇതിൻ്റെ പിന്നിൽ. തമ്പുരാൻ്റെ കൃപയാലുള്ള തൻ്റെ സ്നേഹത്തിലുള്ള തിരഞ്ഞെടുപ്പാണ്. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായത്തിൻ്റെ 26 മുതൽ 29 വരെയുള്ള വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ബലവാന്മാരേറെയില്ല വിളിക്കപ്പെട്ടവരിൽ, ജ്ഞാനികൾ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ദൈവം ബലഹീനമായതിനെയും ഭോഷത്വമായതിനെയും കുലഹീനവും നികൃഷ്ടമായതിനെയും തിരഞ്ഞെടുത്തു. എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. തിരഞ്ഞെടുക്കാൻ ദൈവത്തിന് പ്രസാദമായി തമ്പുരാൻ തിരഞ്ഞെടുത്തു. സോ ഇറ്റ് ഈസ് എ കോൾ ഓഫ് ഗ്രേസ്. കൃപയാൽ വിളിച്ചതാണ്. എന്നാൽ ഈ വിളി വളരെ സ്പെസിഫിക്കാണ്, വളരെ വ്യക്തമായിട്ടുള്ള ഒരു വിളിയായിരുന്നു. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഈ സ്തേപ്പാനോസ് അപ്പോസ്തല പ്രവൃത്തി 7-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ തേജോമയനായി ദൈവം വെളിപ്പെട്ടു എന്ന് പറഞ്ഞതിനെ അല്പം കൂടെ വ്യാഖ്യാനിച്ച് എബ്രായ ലേഖന എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറേ. വളരെ വ്യക്തമായി അബ്രഹാമിന് ലഭിച്ച വിളിയാണ്. അബ്രഹാമിന് പേഴ്സണലായി ആ വിളി അവൻ്റെ ജീവിതത്തിലൊരു ചലനം, ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവികമായ വിളിക്കുള്ളൊരു പ്രത്യേകതയാണത്. സോ ഇറ്റ്സ് എ കോൾ ഓഫ് ഗ്രേസ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ ജീവിതം ആരംഭിക്കുന്നത് അവിടെയാണ് അബ്രഹാമിൻ്റെ. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭം വിളിയോടുകൂടെ ആരംഭിക്കുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പുറകോട്ട് നോക്കുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയും. മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇറ്റ് ഈസ് എ ഡൈനാമിക് കോൾ. ആ വിളി നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിനൊരു ചലനം വരികയാണ്, മുമ്പോട്ടൊരു ചലനം. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ ധാരാളം പോസിബിലിറ്റി, സാധ്യതകളെ ദൈവം തുറന്നു കൊടുത്താണ് വിളിക്കുന്നത്. അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും, നിൻ്റെ പേർ വലുതാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ സൂക്ഷിക്കും. ആരെങ്കിലും നിന്നെ ശപിച്ചാൽ ഞാൻ അവരെ ശപിക്കും, ആരെങ്കിലും നിന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ അവരെ അനുഗ്രഹിക്കും. നീ സർവ്വജാതികൾക്കും അനുഗ്രഹമാകും. അപ്പോൾ ദൈവം ഒരു വലിയ പോസിബിലിറ്റി, ഒരു മുന്നോട്ട് പോകുവാനുള്ള ഒരു ബിഗ് ഡൈനാമിക് കോളായിരുന്നു ദൈവം ചെയ്തത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിലും അപ്പോസ്തലനായ പൗലോസ് അതൊന്ന് വർണ്ണിച്ചിട്ടുണ്ട്. മുന്നറിഞ്ഞവരെ റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൻ്റെ 28-29 ഒക്കെ വായിക്കുമ്പോൾ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പോൾ നോക്കിക്കോണേ, ആ മുന്നറിവിനൊത്തവണ്ണം വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കുകയല്ല, മുന്നറിഞ്ഞവരെ വിളിച്ചു. സോ ഇറ്റ്സ് എ ഡൈനാമിക് കോൾ, മുമ്പോട്ട് പോവുകയാണ്. വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. തമ്പുരാൻ്റെ വിളിക്കകത്തുള്ള ആ ശക്തി, ഡൈനാമിക് പവർ ഒന്ന് നോക്കണം. ഒരു വ്യക്തിയെ തമ്പുരാൻ വിളിക്കുമ്പോൾ
അബ്രഹാമിന് സാധ്യതകൾ അങ്ങോട്ട് തുറന്നു കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ സാധ്യതകൾ അങ്ങോട്ട് തുറക്കുകയാണ്. വിളിച്ച നമ്മെ നീതീകരിക്കുവാനും വിളിച്ച നമ്മെ വിശുദ്ധീകരിക്കുവാനും തേജസ്കരിക്കുവാനും തമ്പുരാന് വലിയ പദ്ധതിയുണ്ട്. ഗോഡ് ഈസ് ലീഡിങ് അസ് ദാറ്റ് വേ. എത്ര മനോഹരമാണ് എന്നുള്ളത് ഓർക്കണം. ദൈവം വിളിക്കുന്നു, വിവിധ രീതിയിലാണ് ദൈവം വിളിക്കുന്നത്. അബ്രഹാമിന് തേജോമയനായ ദൈവം വെളിപ്പെട്ടു. എന്താണ് അതിൻ്റെ വിശദീകരണമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല, നമുക്കത് വെളിപ്പെട്ടിട്ടുമില്ല. ദൈവം വെളിപ്പെട്ടു എന്ന് കാണാൻ കഴിയും. മോശയെ സംബന്ധിച്ചിടത്തോളം എരിയുന്ന മുൾച്ചെടിയിൽ നിന്നുകൊണ്ട് തമ്പുരാൻ അവനെ വിളിച്ചു. അത് മോശയുടെ അനുഭവമാണ്. ഏലിയാവിനെ ദൈവം ഏലിയാവിൽ കൂടെ ദൈവം വിളിച്ചതായി കാണുന്നു. ഗിദെയോനെ ദൈവം തൻ്റെ ദൂതനിൽ കൂടെ വിളിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസിന് പ്രത്യേക ഒരു അനുഭവം ഉണ്ടായി. സ്വർഗീയ ദർശനമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 26-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ സ്വർഗീയ ദർശനം, ഹെവൻലി വിഷൻ. വിളികൾ വിവിധ രീതിയിലാണ്. എനിക്ക് നിങ്ങൾക്കും ഒക്കെ ലഭിക്കുന്നത് വിവിധ തരത്തിലാണ്. യോശുവയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായൊരു വിളി വന്നത് നേതാവായിരുന്ന മോശയിൽ കൂടിയാണ്. മോശയുടെ വാക്കുകളിൽ കൂടിയാണ് യോശുവയെ വിളിക്കുന്നത്. അപ്പോൾ ദൈവം ആളുകളെ വിളിക്കുമ്പോൾ വിവിധ തരത്തിൽ വിളിക്കുന്നു. എന്നാൽ ആ വിളി ഏത് തരത്തിൽ വന്നാലും, സ്വർഗീയ ദർശനമായാലും തേജോമയനായ ദൈവത്തിൻ്റെ വെളിപ്പാടായാലും മുൾച്ചെടിയിലുള്ള വെളിപ്പാടായാലും ഒരു ദൈവദാസൻ്റെ വാക്കുകളിൽ കൂടെയുള്ള വിളിയായാലും ദൈവവചനത്തിൽ കൂടെ ഒരു വിളിയായാലും ആ വിളി നമ്മെ അനേക സാധ്യതകളിലേക്ക്, മുമ്പോട്ടുള്ള ആത്മീക വർധനവിലേക്ക് നയിക്കുന്നു എന്നുള്ളത് സംശയമേ ഇല്ല. ഗോഡ് കോൾസ്. അപ്പോൾ അതിനകത്തൂടെ 3 ചിന്തകൾ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ടുകളെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിലുള്ള ചില കാര്യങ്ങളെ ദൈവത്തിന് തൻ്റെ വിളിയുടെ ഉദ്ദേശത്തിനകത്ത് ഉപയോഗിക്കാൻ കഴിയും. ഉദാഹരണം ഞാൻ പറയട്ടെ. അപ്പോസ്തലനായ പൗലോസ് സമർത്ഥനായ ഒരു മനുഷ്യനും വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യനുമായിരുന്നു. ദൈവം വിളിച്ച് തൻ്റെ പദ്ധതിയിലാക്കി കഴിഞ്ഞപ്പോൾ തനിക്കുണ്ടായിരുന്ന ആ പശ്ചാത്തലത്തെ ദൈവരാജ്യ മഹിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിഞ്ഞു. മോശ ഭരണത്തിൽ സമർത്ഥനായ ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ദൈവം അവനെ വിളിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ട് ദൈവത്തിന് തൻ്റെ പദ്ധതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞു. ദൈവം ഉപയോഗിക്കുകയും ചെയ്യും. എന്നാൽ രണ്ടാമത് അതിനകത്തൊരു പ്രത്യേക കാര്യം ഓർത്തോണം. നമ്മുടെ പശ്ചാത്തലം നമ്മെ ഒരിക്കലും പരിമിതപ്പെടുത്തത്തില്ല. പശ്ചാത്തലം പരിമിതമായാൽ അതിനെ അതിജീവിച്ച് നമ്മുടെ മുമ്പോട്ടുള്ള ഗമനത്തെ ഭംഗിയാക്കാൻ ദൈവത്തിന് കഴിയും. സോ അവർ ബാക്ക്ഗ്രൗണ്ട് നീഡ് നോട്ട് എ ലിമിറ്റ് അസ്. നമുക്കുള്ള പശ്ചാത്തലത്തെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. എന്നാൽ നമ്മുടെ പശ്ചാത്തലത്തിലുള്ള ചില പരിമിതികൾ അതോർത്ത് ഭാരപ്പെടേണ്ട, അതിനപ്പുറത്ത് നമ്മെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ സാധാരണക്കാരെയൊക്കെയാണല്ലോ വിളിച്ച്. പല പരിമിതികൾ അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് ആ കാലത്തുള്ള അവരുടെ ശുശ്രൂഷയിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ പരിമിതികളെയൊക്കെ അതിജീവിക്കാനുള്ള ദൈവശക്തി കർത്താവിൻ്റെ വിളിക്കകത്തുണ്ടായിരുന്നു എന്നുള്ളത് നാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. മൂന്നാമത്, നമ്മുടെ ജീവിതത്തിലുള്ള വെല്ലുവിളികൾ. അബ്രഹാമിന് മക്കളില്ലായിരുന്നു. അതും തമ്പുരാൻ ഉപയോഗിച്ചല്ലോ. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ വളർത്തിയെടുക്കാനും വിശ്വാസത്തിൽ ശ്രേഷ്ഠനാക്കാനും അദ്ദേഹത്തിന് മക്കളില്ല എന്നുള്ള ആ വെല്ലുവിളിയാണ് തമ്പുരാൻ ഉപയോഗിച്ചത്. സോ ഗോഡ് ക്യാൻ യൂസ് അവർ ലിമിറ്റേഷൻ ഓൾസോ ടു മേക്ക് അസ് ഗ്രോ ഇൻ ദ ലോർഡ്. അപ്പോൾ നമുക്കെല്ലാം ദൈവമാണ് വിളിച്ചതെന്നുള്ളതാണ് ഇതിനകത്തെ സന്തോഷം. ഗോഡ് കോൾസ് അസ്. നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ സ്തോത്രം, അതിനെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതിനെ തമ്പുരാൻ വിളിച്ചതുകൊണ്ട് അതിജീവിക്കാൻ കഴിയും. വിളിക്കപ്പെട്ട നമുക്ക് ജീവിതത്തിൽ ചില ചലഞ്ചസ് ഉണ്ടെങ്കിൽ അതിനും ഭാരപ്പെടേണ്ട, അതും തമ്പുരാൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇനി നമുക്ക് ദൈവികമായ വിളിയിലേക്ക് നോക്കാം. ഒന്നാമത്, കർത്താവ് ദൈവം അവനെ വിളിച്ചത്, യഹോവയായ ദൈവം അവനെ വിളിച്ച ഒരു സ്ഥലത്തേക്കാണ്. കാണിപ്പാനിരിക്കുന്ന
ദേശം. സോ ഗോഡ് ഹാസ് എ പ്ലേസ് ഫോർ യു ഇൻ കിങ്ഡം ഓഫ് ഗോഡ്. അത് ദൈവമാണ് നിശ്ചയിക്കുന്ന ആ സ്ഥലം. അബ്രഹാമിനെ സംബന്ധിച്ചോളം വിളിച്ചിരിച്ച് പറയുകയാണ്, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോക. അപ്പോൾ നമ്മളൊക്കെ ചെന്നെത്തേണ്ട സ്ഥലം തമ്പുരാൻ തീരുമാനിക്കുന്നതാണ്. ആ വിളിക്കകത്ത് അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണം. ദൈവം ഓരോരുത്തരെ വിളിക്കുമ്പോൾ, അപ്പോൾ അതിനകത്ത് എത്തേണ്ട സ്ഥലം തീരുമാനിക്കാൻ വിളിക്കപ്പെട്ടവന് അവകാശമില്ല എന്നുള്ളത് ഓർത്തോണേ. വിളിച്ചവനാണ് എവിടെ കൊണ്ട് എത്തിക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നു. ഇത് ഓർക്കാമെന്ന് വാസ്തവത്തിൽ അകത്തോട്ട് കയറാമെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള പല അസ്വസ്ഥതകളും അങ്ങ് മാറും. കാരണം പലപ്പോഴും നമുക്ക് അസ്വസ്ഥത വരുന്നത് ചില സ്ഥലങ്ങളൊക്കെ നോക്കുമ്പോൾ നാം അവിടെ എത്തേണ്ടതാണെന്ന് അറിയാതൊരു ചിന്ത വരും. ദൈവഹിതത്തിനകത്ത് ഒതുങ്ങി ജീവിക്കുന്നൊരു വിശ്വാസിയാണെങ്കിൽ, എനിബഡി ലിവിങ് ഇൻ ദ വിൽ ഓഫ് ഗോഡ്, ഗോഡ് വിൽ മേക്ക് ഷുവർ ദാറ്റ് യു റീച്ച് ദാറ്റ് പ്ലേസ്. എന്നോട് പറയട്ടെ, തമ്പുരാൻ്റെ ഹിതത്തിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ തീരുമാനിച്ച് സമർപ്പിച്ച ഒരു ദൈവ പൈതലിനെ എത്തേണ്ട സ്ഥലത്ത് ദൈവം എത്തിക്കും. യോസേഫിൻ്റെ ജീവിതം അല്പം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. യോസേഫിൻ്റെ ബുദ്ധി കൊണ്ടല്ല അവിടെ എത്തിയേ. എന്നാൽ യോസേഫ് ഒരു കാര്യം തീരുമാനിച്ചു, വിളിച്ച ദൈവത്തോട് ആത്മാർത്ഥമായി അവൻ്റെ ഹൃദയപരമാർത്ഥതയിൽ പിൻപറ്റുവാൻ യോസേഫ് തീരുമാനിച്ചു. അപ്പോൾ യോസേഫിൻ്റെ തീരുമാനം അത്രയേ ഉള്ളൂ, എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്, എനിക്ക് സ്വപ്നം തന്നൊരു ദൈവമുണ്ട്, ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പരമാർത്ഥിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എത്തേണ്ടിടത്തെത്തിക്കുന്നത് തമ്പുരാനാണ്. ഗോഡ് ടേക്സ് യു ടു ദ റൈറ്റ് പ്ലേസ്. കർത്താവെ ഒരു ഉപമ പറഞ്ഞായിരുന്നു. ഈ അത്താഴത്തിന് വിളിക്കുമ്പോഴേ യേശുതമ്പുരാൻ നോക്കിയപ്പോൾ ഓരോരുത്തർ പോയി ഈ മുഖ്യാസനങ്ങളൊക്കെ തിരഞ്ഞെടുക്കും, നല്ല സീറ്റൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ്, നിങ്ങളുണ്ടല്ലോ, ആരെങ്കിലും നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ഈ എളിമയുള്ള സ്ഥലത്തേക്ക് പോയി അങ്ങ് ഇരുന്നേക്കണം. ഈ യജമാനൻ വരും. യജമാനൻ വരുമ്പം ഈ ഇരുത്തേണ്ടിടത്ത് യജമാനൻ ഇരുത്തും. അപ്പോൾ ഈ നല്ല സ്ഥലമൊക്കെ നോക്കി ഉന്നത സ്ഥാനത്ത് പോയി ഇരിക്കുന്നവൻ ചിലപ്പോൾ അവിടെ ഇരിക്കേണ്ടവനല്ലായിരിക്കും. അപ്പോൾ കർത്താവ് ആ ഉപമയ്ക്കകത്ത് ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, യജമാനൻ വരുമ്പോൾ അവിടുന്ന് പിടിച്ചിറക്കും, ഇരിക്കേണ്ടവനെ അവിടെ ഇരുത്തുകയും ചെയ്യും. അപ്പോൾ ഒരു കാര്യം ചെയ്തേച്ചാൽ മതി, വിളിച്ചതിന് സ്തോത്രം പറഞ്ഞ് യജമാനോട് വിശ്വസ്തനായി പരമാർത്ഥമായി ലോകത്തിലുള്ള കളങ്കങ്ങൾ പറ്റാതെ നമ്മുടെയൊക്കെ ശ്രദ്ധ അവിടെയും ഇവിടെയും പോകാതെ യോസേപ്പ് ജീവിച്ചതുപോലെ. യോസേപ്പിൻ്റെ ജീവിതത്തിൻ്റെ സമ്പത്ത് എന്തുമായിരുന്നു? എപ്പോഴും പറയും യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. സ്ഥലം മാറി, അനുഭവം മാറി. വൺ തിങ് വാസ് വെരി ഷുവർ, ഗോഡ് വാസ് വിത്ത് ഹിം. അപ്പോൾ അവൻ എത്തേണ്ടിടത്തെത്തി. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വിളിക്കുക, നീ എത്തേണ്ട ഒരു സ്ഥലമുണ്ട്, ഞാൻ അവിടെ എത്തിക്കും കേട്ടോ. എത്തിയില്ലയോ? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നു അബ്രഹാം കണ്ണടഞ്ഞപ്പോൾ അവിടെ എത്തിയോ എന്നൊരു സംശയം കാണും. ഡിഡ് ഐ റീച്ച്? എന്നാലൊന്ന് നോക്കിക്കാട്ടെ, ഈ 2024 ഇന്ന് ഒരുമിച്ച് ചേർന്ന അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ദൈവമക്കൾ എന്തോ പറയുമെന്നറിയാമോ? എത്തേണ്ടിടത്ത് അവൻ എത്തി. ബ്ലെസ്സഡ് മാൻ, ബ്ലെസ്സഡ് മാൻ. എത്ര അനുഗ്രഹമാണെന്ന് ആലോചിച്ചു നോക്കി. അപ്പോൾ തൻ്റെ വിളിക്കകത്തൊരു കാര്യമുണ്ട്, ഗോഡ് ഹാസ് എ പ്ലേസ് ഫോർ ഈച്ച് വൺ ഓഫ് അസ്. തമ്പുരാന് നമുക്കെല്ലാവർക്കും വെച്ചിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു സ്ഥലമുണ്ട്. രണ്ടാമത് നോക്കിക്കാട്ടെ, വിളിക്കുന്നതിൽ ദൈവത്തിന് ചില പേർപ്പസസ്, ഉദ്ദേശങ്ങൾ കൂടെ ഉണ്ട്. 12-ാമത്തെ അധ്യായത്തിൻ്റെ 2-3 ഭാഗം, നിന്നെ അനുഗ്രഹിച്ച് പേർ വലുതാക്കും. അതിനകത്ത് താഴോട്ട് പറഞ്ഞിട്ടുണ്ട്, നീ സകല ജാതികൾക്കും ഒരു അനുഗ്രഹമായി തീരും. അപ്പോൾ നമ്മെ ദൈവം വിളിക്കുമ്പോൾ നമ്മിൽ കൂടെ നിറവേറ്റപ്പെടുന്ന ചില കാര്യങ്ങൾ, എത്തേണ്ട സ്ഥലം മാത്രമല്ല, നമ്മിൽ കൂടെ കർത്താവ് ചെയ്തെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്.
അപ്പോൾ അതിനും നമ്മൾ ബന്ധപ്പെടുകയൊന്നും വേണ്ട. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ഈ ചില കാര്യങ്ങളൊക്കെ നേടാനായിട്ട് ചെയ്യാൻ ശ്രമിക്കണ്ട. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നാൽ God will help you to fulfill the purposes of God in your life. ദൈവത്തിൻ്റെ പദ്ധതി എന്നിലും നിങ്ങളിലും കൂടെ ദൈവം നിവർത്തിച്ചെടുക്കും. ഏറ്റവും വലിയ ഈ വിളിക്കകത്തുണ്ടായിരുന്ന എന്നാണെന്നറിയാമോ? ദൈവം തന്നെ വിളിച്ചത് തമ്പുരാനോടുള്ള ആ ബന്ധത്തിൽ വളരാനാണ്. ആയുസിൻ്റെ അവസാനം അദ്ദേഹത്തിന് കിട്ടിയ യാക്കോബിൻ്റെ ലേഖനം 2:23 യാക്കോബ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുക, അത് നീതിയായി കണക്കിടുക എന്നുള്ള തിരുവെഴുത്ത് നിർത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേർ സമ്പാദിച്ചു. വാട്ട് ഡിഡ് ഹി ബിക്കം? നമുക്ക് ഇഷ്ടമുള്ള ചോദ്യം ഞാൻ പറയാം. വാട്ട് ഡിഡ് ഹി ഡു? എന്തോ ചെയ്തു? യാക്കോബ് പുസ്തകൻ പറയുക എന്തോ ചെയ്തെന്നല്ല, അവൻ എന്തോ ആയി. അന്നത്തെ ദേശത്തിൻ്റെ പ്രഭുവായെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അനുഗ്രഹമായിരുന്നെന്ന് പറഞ്ഞേനെ നമ്മളൊക്കെ. അന്നത്തെ ദേശത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ഇടയിലൊക്കെ അബ്രഹാമിന് സ്ഥാനവും മാനവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഭവം ദൈവത്തിൻ്റെ സ്നേഹിതൻ. ഹി ബിക്കെയിം ദ ഫ്രണ്ട് ഓഫ് ഗോഡ്. അത് അബ്രഹാമിന് മാത്രമല്ല, എനിക്ക് നിങ്ങൾക്കും തമ്പുരാൻ വച്ചിരിക്കുന്നതാണ് എന്നുള്ളത് പ്രത്യേകമായി ഓർക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം നാം മനസ്സിലാക്കി. വലിയ അനുഗ്രഹമാകുവാൻ, തൻ്റെ പേര് വലുതാക്കുവാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇനി നോക്കിക്കാട്ടെ, എന്താണ് വിളിക്കകത്ത് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ? വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ദ കോൾ? എന്താ അതിൻ്റെ അടിസ്ഥാനം? നോക്കിക്കാട്ടെ, 12-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ഞാൻ നിന്നെ അനുഗ്രഹിച്ചു. ഇംഗ്ലീഷിലൂടെ പറഞ്ഞെങ്കിലേ അതിൻ്റെ മാധുര്യം വരത്തുള്ളൂ. ഐ വിൽ ബ്ലെസ് യു. അടുത്തത് നോക്കിക്കാട്ടെ, പറഞ്ഞിരിക്കുന്നത് നിൻ്റെ പേർ വലുതാക്കും. ഐ വിൽ മേക്ക് യുവർ നെയിം ഗ്രേറ്റ്. നീ ഒരു അനുഗ്രഹമായിരിക്കും. യു വിൽ ബി എ ബ്ലെസ്സിങ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഐ വിൽ ബ്ലെസ് ദോസ് ഹു ബ്ലെസ് യു. അപ്പോൾ അതിനകത്തോട്ടൊന്ന് വെച്ച് നോക്കിക്കേ, എന്താണ് ഈ വിളിക്കകത്തുള്ള ആ വലിയ സത്യം? ഒന്ന്, ഇതിൻ്റെ പിന്നിലൊരു ദൈവമുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്നത് ഐ വിൽ ഐ വിൽ ഐ വിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾക്ക് ഏറെ പ്രത്യാശ തരുന്ന കാര്യമാണ്. God will do it. അപ്പോൾ ദൈവം ചെയ്യുമെന്ന് പറയുമ്പോൾ അത് നടക്കുമെന്നുള്ളത് സംശയമൊന്നുമില്ല. കാരണം ദൈവം ശക്തനാണല്ലോ. God is able. തേജോമഹനായ ദൈവം വെളിപ്പെട്ടു, അവൻ അരുളപ്പാട് കൊടുത്തു. ഐ വിൽ എന്ന് പറയുമ്പോൾ ദൈവം അത് ചെയ്തെടുക്കാൻ ശക്തനാണ്. അപ്പോൾ ഈ വിളിക്കകത്ത് നമുക്ക് സന്തോഷിക്കാൻ വക തരുന്നതിൻ്റെ കാരണം ഗോഡ് ഈസ് ഏബിൾ. വിളിച്ച ദൈവം അത് ചെയ്തെടുക്കാൻ മതിയായവൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ദൈവം വിളിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് സ്വസ്ഥമായിരിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം, വൈ വി കുഡ് ബി റെസ്റ്റ്ഫുൾ, ബിക്കോസ് ഗോഡ് ഈസ് ഏബിൾ ടു ഡു ഇറ്റ്. അവൻ്റെ വിളിയാനുള്ള ആശ നമ്മൾ നിവർത്തിച്ചെടുക്കാൻ കഴിവുണ്ട്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഐ വിൽ മേക്ക് യു. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ആക്കി തീർക്കും. അതൊരു പ്രോമിസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ വിൽ മേക്ക് യു. ശിഷ്യന്മാരെ വിളിച്ചപ്പോഴൊക്കെ എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കി തീർക്കും. ഐ വിൽ മേക്ക് യു. അതൊരു പ്രോമിസാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിമിതിയില്ലാത്ത ശക്തിയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്വവും ഈ വിളിക്കകത്തുള്ളത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതാണ് ഈ വിളി. God's power to God's wonderful promise.
അപ്പോൾ ദൈവത്തിൻ്റെ പ്രോമിസ് എന്താ? ദൈവത്തിൻ്റെ പ്രോമിസ്, ആ വാഗ്ദത്തത്തിനകത്ത് ഞാൻ നിങ്ങൾ ഉറയ്ക്കാൻ കാരണം ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. അപ്പോൾ വിളിക്കകത്ത് നമുക്കുറയ്ക്കാനുള്ള 2 സത്യങ്ങൾ പറയുകയാണ്. വിളിച്ച ദൈവം ശക്തനാണ്. 2, വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനുമാണ്. അപ്പോൾ ദൈവം വിളിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉറയ്ക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാന കാരണം വിളിച്ച ദൈവം ശക്തനാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവമെന്ന് റോമാലേഖനം 4-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തോലനായ പൗലോസ് അബ്രഹാമിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. God who can call things out of nothing, that is God's power. അപ്പോൾ ആ വിളിക്കകത്ത് ദൈവം എന്നെ വിളിച്ചു എന്ന് പറയുമ്പോൾ ആ വിളിക്കകത്ത് എനിക്കൊരു സന്തോഷം, വിളിച്ച ദൈവം ശക്തനാണ്. 2, എനിക്ക് വാഗ്ദത്തം തന്ന ദൈവം, ഞാൻ നിന്നെ ആക്കി തീർക്കും, അതാണല്ലോ വിളി. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. അപ്പോൾ അതാണ് എൻ്റെ വിളിയുടെ ഉള്ളിലുള്ള വലിയ സ്വസ്ഥത. ഐ എം റെസ്റ്റ്ഫുൾ. ഇനി നോക്കിക്കാട്ടെ, അബ്രഹാം അതിനെങ്ങനെ പ്രതികരിച്ചു എന്ന് നോക്കാം. കൃപയാൽ വിളിച്ചു, ദൈവത്തിൻ്റെ മുൻ നിർണയത്തിൽ വിളിച്ചു, ദൈവം സാധ്യതകളിലേക്ക് വിളിച്ചു, പശ്ചാത്തലത്തെ മറികടന്ന് പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവം വിളിച്ചു. ദൈവം വിളിച്ചത് ശക്തനായ ദൈവമായതുകൊണ്ടും വിളിച്ച ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ ദൈവം നിവർത്തിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് ഉറപ്പായിട്ടുള്ളത് കൊണ്ടും ആ വിളി ഏറെ മാധുര്യമുള്ളതാണ്. ഇനി നോക്കിക്കാട്ടെ, വിളിക്ക് അബ്രഹാം എങ്ങനെ പ്രതികരിച്ചു എന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് ദൈവത്തിൻ്റെ വിളി അനുഗ്രഹമായിത്തീരുന്നത്. ഈ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ ദൈവം ഭൂമിയെ വിളിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഗോഡ്സ് കോൾ ഈസ് ഗോയിങ് ഓൺ. എന്നാൽ വിളിക്കപ്പെട്ടവർ അനേകരായാലും പ്രതികരിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അബ്രഹാം അതിന് പ്രതികരിച്ചതായി കാണുന്നു. നോക്കിക്കാട്ടെ, അബ്രഹാം 11-ാമത്തെ അധ്യായത്തെ എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലും നാം വായിച്ച വേദഭാഗം 12-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലും പ്രതികരണം പറഞ്ഞിട്ടുണ്ട്. 12-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ആദ്യം ഞാൻ പറയട്ടെ. യഹോവ തന്നോട് കൽപ്പിച്ചത് പോലെ. ആ വാക്കുകൾ ശ്രദ്ധിച്ചോണ്. യഹോവ തന്നോട് കൽപ്പിച്ചത് പോലെ അബ്രഹാം പുറപ്പെട്ടു. ഏബ്രഹാം ഡിപ്പാർട്ടഡ്. അതിന് മുമ്പിൽ അതിനെ ഒന്ന് ക്വാളിഫൈ ചെയ്തു. ആസ് ദ ലോർഡ് ഹസ് ടോൾഡ് ഹിം. ദൈവം എന്തു പറഞ്ഞോ അതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ഇനി നോക്കിക്കാട്ടെ, എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, വിശ്വാസത്താൽ അബ്രഹാം വിളിക്കപ്പെട്ടാറേ അവൻ അനുസരിച്ചു. ഹി ഒബേഡ്. അപ്പോൾ അബ്രഹാമിൻ്റെ പ്രതികരണം, അബ്രഹാം ഇങ്ങനെ പ്രതികരിക്കാൻ കാരണം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവം വിളിച്ചു, ശക്തനായ ദൈവം, വിശ്വസ്തനായ ദൈവം, തേജോമയനായ ദൈവം വിളിച്ചപ്പോൾ പ്രതികരിച്ചു. എങ്ങനെ അബ്രഹാം പ്രതികരിക്കാനിടയായി? പ്രതികരിക്കാൻ അത്ര എളുപ്പമല്ല. അതിൻ്റെ കാരണം ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ. അറിയുന്ന സ്ഥലത്ത് നിന്ന് അറിയാത്ത സ്ഥലത്തേക്കുള്ള യാത്ര, ഫ്രം ദ നോൺ ടു ദി അൺനോൺ, നമുക്കെല്ലാം പ്രയാസമുള്ളൊരു കാര്യമാണ്. തോമാസ് ലീഹ പറഞ്ഞതുപോലെ കണ്ടാൽ വിശ്വസിക്കാൻ എളുപ്പമുള്ളവരാണ് ഞാനും നിങ്ങളും. എന്നാൽ വിളിച്ചത് എങ്ങനെയാണെന്നറിയാമോ? കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എന്ന് പറഞ്ഞാൽ അറിയാത്ത സ്ഥലത്തേക്ക്. അറിയുന്ന ദേശത്ത് പാർക്കുന്ന അബ്രഹാമിനെ താൻ അറിയാത്ത ഒരു ദേശത്തേക്ക് വിളിക്കുകയാണ്. 2, ഫ്രം മദർ ലാൻഡ് ടു എ സ്ട്രേഞ്ച് ലാൻഡ്. സ്വന്തം സ്ഥലത്ത് നിന്ന് അന്യദേശത്തേക്ക് വിളി. സ്വന്തം പട്ടണം വിടാൻ മടിയുള്ളവരാണ് ഞാനും നിങ്ങളും, ആ ഏരിയ വിടാൻ. ബട്ട് ലുക്ക് അറ്റ് ദിസ് മാൻ. അപ്പോൾ അദ്ദേഹം വിട്ടുപോയത് സ്വന്തം സ്ഥലത്ത് നിന്ന്
അന്യദേശത്തേക്ക് പോയി. 3, ഇദ്ദേഹം പാർത്തിരുന്ന സ്ഥലത്ത് അതിനെക്കുറിച്ച് ഈ ആർക്കിയോളജിസ്റ്റൊക്കെ എക്സ്കവേറ്റ് ചെയ്തെന്നാണ് ഞാനൊരു കമൻട്രിയിൽ വായിച്ചപ്പോൾ അബ്രഹാം പാർത്തിരുന്ന സ്ഥലം വളരെ ഡെവലപ്ഡായിരുന്നു. അക്കാലത്ത് 1990 BC-കളിൽ അവരുടെ ഭവനങ്ങളിൽ വെള്ളം എത്തിച്ചേരത്തക്കവണ്ണമുള്ള ക്രമീകരണം ചെയ്ത ഒരു കൊച്ചു പട്ടണമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവിടുന്നാണ് ഈ അറിയാത്ത ഊഷരഭൂമിയിലേക്കുള്ള വിളി. ഫ്രം സെറ്റിൽഡ് ലൈഫ് ടു അൻ അൺസെറ്റിൽഡ് ലൈഫ്. അതായത് വളരെ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ജീവിതത്തിൽ നിന്ന്, അല്ല ഉറപ്പുള്ളൊരു ജീവിതത്തിൽ, സ്വസ്ഥമായിരിക്കുന്ന അനുഭവത്തിൽ, അൺസെറ്റിൽഡ്, പരദേശിയായി പാർക്കാൻ പോവുക. നമ്മളെ ഏറെ ബാധിക്കുന്നൊരു കാര്യമാണ് ഇത്. നമ്മൾ എങ്ങോട്ട് പോയാലും ഒരു കാര്യം ഉറപ്പാക്കും, നമുക്ക് അവിടെ ഒന്ന് സെറ്റിൽ ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടോ എന്ന് നോക്കും. സ്ട്രേഞ്ച് ലാൻഡ് നമുക്കിഷ്ടമല്ല. അവസാനത്തെ ഞാൻ പറയാം. അദ്ദേഹം പാർത്തിരുന്ന സ്ഥലത്തെ പൗരനായിരുന്നു അദ്ദേഹം. എന്നാലിനി അദ്ദേഹം പോകുന്നത് പരദേശിയായിട്ടാണ്. പൗരത്വത്തിൽ നിന്ന് പരദേശവാസത്തിലേക്കുള്ള യാത്ര. ദൈവത്തിൻ്റെ കോളിൽ, ദൈവത്തിൻ്റെ വിളിയിൽ സാധ്യത ഒരുപാടുണ്ടെന്ന് മനസ്സിലായി. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കുന്നു. വിളിച്ച ദൈവം ശക്തനാണെന്ന് മനസ്സിലായി. സ്തോത്രം പറഞ്ഞേ ഒക്കത്തുള്ളൂ, ഇല്ലേ? നിവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണെന്നും മനസ്സിലായി. ഇത്രയൊക്കെ ആണേലും അറിയുന്ന സ്ഥലത്ത് നിന്ന് അറിയാത്ത സ്ഥലത്തേക്കും, സ്വന്തം സ്ഥലത്ത് നിന്ന് അന്യദേശത്തേക്കും, ഉറപ്പുള്ള സ്ഥലത്ത് നിന്ന് ഉറപ്പില്ലാത്ത സ്ഥലത്തേക്കും, പൗരത്വത്തിൽ നിന്ന് പരദേശവാസത്തിലേക്കും ഉള്ളൊരു വിളി. ആലോചിച്ച് നോക്കിയേ, എത്ര പ്രയാസമായിരുന്നു. താനുണ്ട്, തൻ്റെ കുടുംബമുണ്ട്, തനിക്ക് പ്രിയപ്പെട്ടവരുണ്ട്. ഏബ്രഹാം ഒബേഡ്, വിളിക്കപ്പെട്ട ആറേ അനുസരിച്ചു. 4-ാം വാക്യത്തിൽ അബ്രാം പുറപ്പെട്ടു. വൈ? 2 കാര്യമുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അബ്രഹാം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ വിശ്വസിച്ചു. ട്രസ്റ്റഡ് ഇൻ ഗോഡ്സ് വിസ്ഡം. എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ എൻ്റെ ദൈവം സകലവും അറിയുന്നവനായതുകൊണ്ട് അവൻ്റെ അറിവിൽ, അവൻ്റെ ജ്ഞാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഐ ട്രസ്റ്റ് ഇൻ ഹിസ് വിസ്ഡം. ഇംഗ്ലീഷ് ഞാനതൊന്ന് പാരഫ്രൈസ് ചെയ്ത് പറഞ്ഞു നോക്കട്ടെ. ഇങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ ഗോഡ് നോസ് ബെസ്റ്റ്. ദൈവത്തിനറിയാം, എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ ചില പടികളൊക്കെ എടുക്കാൻ ദൈവം നമ്മെ സഹായിക്കും. ഐ ഡോണ്ട് നോ, പക്ഷേ എന്നെ വിളിച്ചിരിക്കുന്ന ദൈവത്തിനറിയാം. ഹീ നോസ് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ മീ. എനിക്ക് ഏറ്റവും നല്ലത് എന്തെന്ന് എൻ്റെ ദൈവത്തിനറിയാം. 2, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ഉറച്ചു എന്ന് മാത്രമല്ല, ദൈവം തരുന്ന സെക്യൂരിറ്റി, ഭദ്രതയിൽ താൻ സ്വസ്ഥത കണ്ടെത്തി. ഇവിടുന്ന് പോകുമ്പോൾ എങ്ങനെ ആയിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ഭദ്രത? പറഞ്ഞു, ദൈവത്തിൻ്റെ ഭദ്രതയിൽ ഞാൻ വിശ്രമിക്കുന്നു. ഐ റെസ്റ്റ് ഇൻ ഗോഡ് സെക്യൂരിറ്റി. ഇത് രണ്ടും അകത്ത് കയറിയെങ്കിലേ അറിയാത്ത ദേശത്തേക്കും അറിയാത്ത ചുവടുകളുമൊക്കെ എടുക്കാൻ നമുക്ക് കൃപയുണ്ടാകത്തുള്ളൂ. ശ്രദ്ധിക്കണേ ദൈവമക്കളെ, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ചവിട്ടുപടികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അനുസരണത്തിൻ്റെ ചവിട്ടുപടി എടുത്താലേ ഒക്കത്തുള്ളൂ. യു ഹാവ് ടു ടേക്ക് ദ സ്റ്റെപ്പ് ഓഫ് ഒബീഡിയൻസ്. ആ ചുവടെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ദൈവത്തെ നന്നായി അറിയണം. ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ ഭദ്രതയിലും വിശ്വസിക്കണം. നോക്കിക്കാട്ടെ, ഇനി അനുസരിച്ചു എന്നാണല്ലോ നാം വായിച്ചത്. ഇനി നോക്കിക്കാട്ടെ, എന്തായിരുന്നു അനുസരണം? യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ 4-ാം വാക്യം, അബ്രഹാം പുറപ്പെട്ടു. ഞാനതിനെ വേറെ രീതിയിലൊന്ന് പറയട്ടെ.
ഹി ലെഫ്റ്റ്. ഊരിൻ്റെ പ്രദേശം അവൻ വിട്ടു. ലീവിങ്. അനുസരണത്തിൻ്റെ വലിയൊരു പ്രയാസമുള്ളൊരു ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് വിട്ടുപിരിയുക എന്നുള്ളത്. എത്ര നാളുകളായി അദ്ദേഹം താമസിക്കുന്ന 75 വയസ്സെന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്രയും നാളുകൾ പാർത്തിരുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തോടും ചുറ്റുപാടിനോടും പ്രിയപ്പെട്ടവരോടും യാത്ര പറയുകയാണ്. സേയിങ് ഗുഡ് ബൈ, ലീവിങ്. വിശ്വാസ ജീവിതത്തിൻ്റെ അതിപ്രധാനമായ ഒരു ഘടകമാണ് വിട്ടുപിരിയുക എന്നുള്ളത്. അതിന് 3 കാരണമുണ്ട്. കർത്താവ് ശിഷ്യത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുവൻ തനിക്കുള്ളതൊക്കെയും വിട്ട് പിരിയുന്നില്ല എങ്കിൽ, ലീവിങ്, ആ ഗ്രിപ്പ് വിട്ടെങ്കിലേ ഒക്കത്തുള്ളൂ. അപ്പോൾ ശിഷ്യത്വത്തിൻ്റെ വലിയൊരു വ്യവസ്ഥയാണെന്ന് തോന്നിയത്. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെക്കുറിച്ച് 1 തിമോത്തിയോസ് 6:11 പറഞ്ഞു, നീയൊക്കെ ഇവയൊക്കെ വിട്ടോടണമെന്ന്. അപ്പോൾ ചിലതിനോടൊക്കെ വിട്ട് വിരിഞ്ഞാലേ വിശുദ്ധ ജീവിതത്തിൽ വളരത്തും. പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ. ആത്മീക ജീവിതത്തിൽ വളരാൻ, മച്യൂറാകാൻ വിട്ടുപിരിയുക എന്നുള്ളത് അതിപ്രധാനമായ കാര്യമാണ്. ഇലസ്ട്രേഷൻ പറയുമ്പോൾ മനസ്സിലാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ കഴുകൻ കുഞ്ഞുങ്ങൾ പറ്റുവാൻ പ്രായമാകുമ്പോൾ കൂടിളക്കും എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടിൽ നിന്നിറങ്ങിയെങ്കിലേ പറക്കാൻ പഠിക്കത്തുള്ളൂ. വിശ്വാസ ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ഇങ്ങനെയുള്ള വഴിയെ കൂടെ, ഈ അസ്ഥിരതയുടെയും അസ്വസ്ഥതയുടെയും ഒക്കെ വഴിയെ കൂടെ കർത്താവ് ഗോഡ് വിൽ ഗൈഡ് ദം. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ആത്മീക പക്വതയിൽ അവർ വളരുവാൻ ദൈവം അയക്കുന്ന പദ്ധതിയാണെന്ന് ഓർക്കണം. ലീവിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അനുസരിച്ചു, അതാണ് അബ്രഹാമിൻ്റെ പ്രതികരണം. നോക്കിക്കാട്ടെ, ഇനിയും അദ്ദേഹത്തിൻ്റെ അനുസരണത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 4 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. 1, ആബ്സല്യൂട്ട് ഒബീഡിയൻസ്. നോക്കിക്കാട്ടെ, 4-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ. എനിക്ക് തോന്നുന്നു അടിവരയിടേണ്ട ഭാഗമാണത്. അനുസരിച്ചു പുറപ്പെട്ടു എന്ന് മാത്രമല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപാട് കാര്യം വ്യക്തമല്ലാതെ കിടന്നേനെ. യഹോവ തന്നോട് കൽപ്പിച്ചത് പോലെ. ഈ അനുസരണത്തിൽ നമ്മൾ മോശക്കാരൊന്നുമല്ല. പക്ഷെ നമ്മുടെ പോരായ്മ വരുന്ന എവിടാണെന്നറിയാമോ? ഈ പറഞ്ഞതുപോലെ ചെയ്യാൻ. ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നവർക്കും ഈ ജോലിസ്ഥലത്തുമൊക്കെ ഈ സ്ട്രഗിൾ ചെയ്യുന്നൊരു മേഖലയുണ്ട്. ചെയ്യും, പക്ഷേ പറഞ്ഞ പോലെ ചെയ്യത്തില്ലെന്ന് പറയും. ചെയ്തോന്ന് ചോദിച്ചാൽ ചെയ്യും, പറഞ്ഞ പോലെ ചെയ്യത്തില്ല. തമ്പുരാൻ്റെ രാജ്യത്തിൽ ഒരു തരത്തിലുള്ള അനുസരണേ ഉള്ളൂ. പറഞ്ഞതുപോലെ, കൽപ്പിച്ചതുപോലെ അനുസരിക്കണം. ആബ്സല്യൂട്ട് ഒബീഡിയൻസ്, നോട്ട് ഓൾമോസ്റ്റ്, ഏകദേശമല്ല, പകരം വേറെ എന്തെങ്കിലും ചെയ്യുകയുമല്ല. എന്നോടെന്ത് കൽപ്പിച്ചോ അത് ചെയ്യണം. ദൈവമക്കളാണ്. വേദപുസ്തകത്തിൻ്റെ താളുകളിൽ നിന്ന് ഇതിനനേക ഉദാഹരണങ്ങൾ ഞാനിപ്പോൾ ഈ ഭാഗം പറഞ്ഞപ്പോഴേ നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. God's style of obedience is only one style of obedience. As you are told, പറഞ്ഞതുപോലെ ചെയ്യണം. 2, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാചകത്തിൽ 4-ാം വാക്യം ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. അബ്രഹാം പുറപ്പെട്ട് ലോത്തും അവനോടുകൂടെ പോയി ഹാരാൻ എന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു.
പുറപ്പെട്ടപ്പോൾ 75 വയസ്സായിരുന്നു. അങ്ങനെ ചേർത്തെന്ന് പറഞ്ഞ്. അബ്രഹാം പുറപ്പെട്ടപ്പോൾ 75 വയസ്സായിരുന്നു എന്ന് പറഞ്ഞാൽ ഒഴികഴിവ് പറയാൻ സാധ്യതയുള്ളൊരു മനുഷ്യനായിരുന്നു എന്നതിൻ്റെ അർത്ഥം. തമ്പുരാനെ ഇങ്ങനൊരു വിളിയായിരുന്നെങ്കിൽ ഒരു 40 വയസ്സിൽ തന്നിരുന്നത് നല്ലതല്ലായിരുന്നു. ഈ 75-ാമത്തെ വയസ്സിൽ അറിയാത്ത ദേശത്തേക്ക്, അറിയാത്ത രാജ്യത്തേക്ക്, എൻ്റെ സ്വന്തം സ്ഥലവും എല്ലാം വിട്ടുപോകും. Isn't it difficult? I am 75 years old. അപ്പോൾ ഒഴികഴിവ് പറയാത്ത അനുസരണമായിരുന്നെന്നാണ് അവിടെ നമുക്ക് കാണുന്നത്. യാതൊരു എക്സ്ക്യൂസും ഇല്ല. 3 അനുസരിച്ചപ്പോൾ, ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായിയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങളുണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും. അപ്പോൾ എന്തെല്ലാം കൂടുണ്ടെന്ന് നോക്കിക്കേ. സാറാ കൂടുണ്ട്, ലോത്തുണ്ട്, സമ്പത്തുകളൊക്കെയും ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും. നമ്മൾ ഓർക്കും, അതെ ഈ അനുസരണത്തിന് യോജിച്ചതാണോ, ഇതെല്ലാം വിട്ടേച്ച് പോകേണ്ടതല്ലേ? അല്ല, ഇതിനകത്ത് വേറൊരു ചിന്തയോടെ കൊണ്ടുവരട്ടെ. ഇതിട്ടിട്ട് പോയിരുന്നെങ്കിൽ തിരിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. ഏതെങ്കിലും ഒന്ന് ഇട്ടേച്ച് പോയിരുന്നെങ്കിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പുറകോട്ട് വരാനൊരു സാധ്യത. അപ്പോൾ അബ്രഹാം അനുസരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? പുറകോട്ട് വരാനുള്ള സാധ്യതയെല്ലാം ഒഴിച്ചു മാറ്റി എംപ്റ്റി ചെയ്തിട്ടാണ് അനുസരിച്ച്. വേറെ രീതിയിൽ പറഞ്ഞാൽ ബേണിംഗ് ദ ബ്രിഡ്ജ് ബിഹൈൻഡ് എന്ന് പറയും. പോകുന്ന വഴിയിൽ പുറകിലുള്ള പാലം കത്തിച്ചേച്ചാണ്, തകർത്തേച്ചാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ അനുസരണത്തിൽ തിരിച്ചു വരവിന് യാതൊരു സാധ്യതയുമില്ല. ആബ്സല്യൂട്ട് ഒബീഡിയൻസ്. പുറപ്പെട്ടു, ഒഴികഴിവ് പറയാതെ അനുസരിച്ചു. 3 മടങ്ങിപ്പോകാൻ യാതൊരവസരവും സൃഷ്ടിക്കാതെ അനുസരിച്ചു. ഒന്നുകൂടുണ്ട്. പുറപ്പെട്ടെന്ന് മാത്രമല്ല, ആ വാക്യം ഒന്ന് നോക്കിയേ, അവസാന ഭാഗം. കനാനിലെത്തി. രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോഴും ഈ മോവാബിൽ നിന്ന് നവോമിയും ലൂത്തും മടങ്ങി വരുമ്പോഴേ അവർ തിരിച്ചു വരാൻ തീരുമാനിച്ചു. അതിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന 2 വാക്കുണ്ട്. അവർ ബേത്ലഹേമോളം എത്തി. പകുതി വഴിയിൽ നിന്നില്ല കേട്ടോ. ഒബീഡിയൻസിൻ്റെ അനുസരണത്തിൻ്റെ പ്രത്യേകത പറഞ്ഞതുപോലെ ഒഴികഴിവ് പറയാതെ പുറകോട്ട് പോകാൻ യാതൊരു വഴിയും ഇടാതെ എവിടെ എത്തണമെന്ന് പറഞ്ഞോ അവിടത്തോളം യാത്ര ചെയ്ത് എത്തി. ദൈവം ആ മനുഷ്യനെ അനുഗ്രഹിച്ചതിനകത്ത് അതിശയിക്കാൻ വല്ല വഴിയുണ്ടോ? ദൈവശബ്ദം കേട്ട് ആബ്സല്യൂട്ട്ലി ഒബേഡ് ദ ലോർഡ്. ഇനി നമുക്ക് നോക്കാം, ഇങ്ങനൊരു അനുസരണം വേണമെങ്കിൽ ഈ സാധാരണ സാധ്യമല്ലല്ലോ. അതിന് കാരണമുണ്ടെന്നാണ് എൻ്റെ വിചാരം. 1, 7-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തി. തേജോമയനായ ദൈവം വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ മഹത്വം. ഈ തമ്പുരാനുമായിട്ടുള്ള ഒരു നല്ല എൻകൗണ്ടർ ഇല്ലാതെ ദൈവഭക്തിയിലേക്ക് വന്നാൽ അനുസരണത്തിന് പ്രയാസം. ദൈവത്തെ കണ്ടുമുട്ടേണ്ടതുപോലെ കണ്ടുമുട്ടി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചാൽ അനുസരണത്തിന് പ്രയാസമില്ല. എനിക്ക് തോന്നുന്നു ഫെലിക്സ് രാജാവിൻ്റെ മുമ്പ് നിൽക്കുമ്പോഴാണ്, അതോ ഫെസ്തോസിൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് ലഭിച്ച ദൈവിക ദർശനത്തിന് ഞാൻ അനുസരണം കാണിച്ചിട്ടില്ല. കാരണം
ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് തനിക്കുണ്ടായ ദൈവിക ദർശനം തൻ്റെ ജീവിതത്തെ ആകമാനം സ്വാധീനിച്ചു. സോ ടു ഹാവ് യു മസ്റ്റ് ഹാവ് എൻ എൻകൗണ്ടർ വിത്ത് ഗോഡ്. അത് അബ്രഹാമിനുണ്ടായിരുന്നു. 2, അപ്പോൾ ദൈവത്തോടുള്ള ആ ഉറ്റ ബന്ധം മാത്രമല്ല, എബ്രായ ലേഖനം 11:10 ഇങ്ങനൊരു വാക്യമുണ്ട്: ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അപ്പോൾ അബ്രഹാമിൻ്റെ നോട്ടം എങ്ങോട്ടെന്നറിയാമോ? അവൻ വിട്ടുപിരിഞ്ഞു എന്ന് മാത്രമല്ല, ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള പട്ടണത്തിനായി കാത്തിരുന്നു. സോ ഹിസ് ഐസ് ആർ ഓൾവേസ് ഓൺ ദ ഗ്ലോറി ടു കം. ദൈവത്തിൻ്റെ മഹത്വം മാത്രമല്ല, വരുവാനുള്ള മഹത്വത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച, ആ പ്രത്യാശ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ അബ്രഹാം അനുസരിച്ചതുപോലെ അനുസരിക്കാനൊക്കത്തുള്ളൂ. അബ്രഹാം അനുസരിച്ചതുപോലെ ആഴമായി അനുസരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാടും ഭാവി പ്രത്യാശയെക്കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാട്, that made him obey. ഇനി നമുക്ക് നോക്കാം. അനുസരിച്ച് കഴിഞ്ഞപ്പോൾ 12-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. കേട്ടോ. 2, നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. 3, തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അപ്പോൾ അനുസരിച്ച ദൈവവേദിൽ ആരാധനയ്ക്ക് അങ്ങോട്ട് വരിക. ആ ആരാധന മുമ്പോട്ട് വന്ന ഉൽപ്പത്തി 22 ആരാധന അതിൻ്റെ ഔന്നത്യത്തിലെത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടൊരു ആരാധന. ദൈവത്തിൻ്റെ വിളി കേട്ട് സ്വന്തക്കാരെയും വീടിനെയും സ്വന്തം ദേശത്തെയും ഒക്കെ വിട്ടുപിരിഞ്ഞ് തിരികെ പോകാൻ ഒരു അവസരവും സൃഷ്ടിക്കാതെ ഇറങ്ങിത്തിരിച്ച ഭക്തനായ മനുഷ്യൻ ദൈവത്തെ അനുസരിച്ച് അതിന് വില കൊടുത്ത് കനാനിലെത്തിക്കഴിഞ്ഞപ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായി. ഈ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ ആരാധിക്കുകയില്ല. നമുക്ക് ആരാധിക്കാവുന്ന ആഹ്വാനം കൊടുത്താലൊന്നും ആരാധിക്കുകയില്ല. ആരാധിക്കണമെങ്കിൽ ആരാധ്യനായ ദൈവത്തെക്കുറിച്ചുള്ളൊരു ദർശനം ഉണ്ടാകണം. ദൈവസാന്നിധ്യം അനുഭവിക്കണം. ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടുള്ള ആരെയും ആരാധിക്കാൻ പ്രേരിപ്പിക്കേണ്ട കവിണ് വീണിട്ടുണ്ട് തമ്പുരാൻ്റെ കാൽ കീഴിൽ. പത്മോസിൽ യോഹന്നാൻ കർത്താവിനെ കണ്ടു കഴിഞ്ഞു. ഫെൽ അറ്റ് ഹിസ് ഫീറ്റ്. ആരാധിക്കാൻ ദൈവസാന്നിധ്യം വന്നാൽ മതി. അപ്പോൾ ഈ ഭക്തനായ മനുഷ്യനെ, ഈ അബ്രഹാമിനെ ദൈവത്തിൻ്റെ സാന്നിധ്യം, അനുസരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിന് നമ്മൾ അനുസരണത്തിൽ അനുഗ്രഹം ഉണ്ടെന്നൊക്കെ ഞാൻ ഉൾപ്പെടെ പ്രസംഗിക്കും കേട്ടോ. എന്നാൽ അതിനേക്കാൾ ഉപരിയായി, വെൻ യു ഒബേ ദ ലോർഡ് യു വിൽ ഫീൽ ദ സ്വീറ്റ് പ്രസൻസ് ഓഫ് ഗോഡ്. അനുസരിക്കുന്ന ദൈവ പൈതലിന് അനുഭവമാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, അതിന് ഈക്വലൻ്റായിട്ട് വേറെ ഒന്നുമില്ല. ദ സ്വീറ്റ് പ്രസൻസ് ഓഫ് ഗോഡ്. അബ്രഹാം അനുസരിച്ച് കനാനിലെത്തിക്കഴിഞ്ഞപ്പോൾ യഹോവ അവന് പ്രത്യക്ഷനായി. അവിടെ നിന്നില്ല, തമ്പുരാൻ സംസാരിച്ചു. ദ വേർഡ് ഓഫ് ഗോഡ്, നോട്ട് ഓൺലി ദ റെവലേഷൻ ഓഫ് ഗോഡ് ബട്ട് ഓൾസോ ദ വേർഡ് ഓഫ് ഗോഡ്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നു? നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കും. അപ്പോൾ അവിടെ പരദേശിയായി അവിടെ വന്നിരിക്കുക ഈ മനുഷ്യൻ. വീടും നാടും കൂടും എല്ലാം വിട്ടേച്ച് തനിക്കുള്ളതിനെ എല്ലാം കൂടെ കൂട്ടിക്കെട്ടി യാത്ര തിരിച്ച് അറിയാത്ത സ്ഥലത്ത് വന്ന് അവിടെ നിൽക്കുമ്പോൾ അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ അവൻ നിന്നിരുന്ന സ്ഥലത്ത് എഴുന്നള്ളി അവനോട് പറഞ്ഞു, അബ്രഹാമേ, ഈ ദേശമുണ്ടല്ലോ, അത് നിൻ്റെ സന്തതിക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു.
I have given this land to your generation. അബ്രഹാമിൻ്റെ ഹൃദയം എത്ര സന്തോഷിച്ച് കാണും. റെവലേഷൻ ഓഫ് ഗോഡ് ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ് അത് വന്നു കഴിഞ്ഞപ്പോൾ അവന് പ്രത്യക്ഷനായ യഹോവയ്ക്ക്. അബ്രഹാമിൻ്റെ പ്രയോറിറ്റി ഒന്ന് നോക്കിയ ഉടനെ മതിമറന്നു പോകുമൊന്നുമല്ല, ഉടൻ തന്നെ ദൈവിക ദർശനവും ദൈവിക വചനവും തൻ്റെ ഉള്ളിലേക്ക് കടന്ന ഉടനെ തന്നെ തൻ്റെ പ്രവണത എന്നാണെന്നറിയാമോ? കർത്താവേ നിന്നെ ഒന്ന് ആരാധിക്കട്ടെ, യാഗപീഠം പണിതു. പ്രൈസ് ഓഫ് വർഷിപ്പ് ഓൾസോ. യാഗപീഠം പണിതെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ആ വാക്ക് ഒന്നുകൂടെ ചിന്തിക്കാൻ പോവുക. ഹി ബിൽറ്റ് ദി ഓൾട്ടർ. അത്ര എളുപ്പമൊന്നുമല്ലല്ലോ. യാഗപീഠം പണിതു, ആരാധിച്ചു. അപ്പോൾ ഇങ്ങനൊരു വിശ്വാസിയെ ലോകത്തിൽ എങ്ങനെ തിരിച്ചറിയാം? ഇങ്ങനെ ജീവിക്കുന്ന ദൈവമക്കളെ എങ്ങനെ തിരിച്ചറിയാം? എബ്രായ ലേഖനം 11:8 ഇപ്രകാരം നാം വായിക്കുന്നു: വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാം അവിടെ യാഗപീഠം പണിതു. രണ്ടാമത് നോക്കിക്കാട്ടെ, അതിൻ്റെ 8ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: ബഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അടുത്തത് അബ്രഹാം പിന്നെയും അതിന് മുമ്പുള്ള വാക്യത്തിൽ പണിതു. അവിടെ കൂടാരം അടിച്ചതായി നാം വായിക്കുന്നു. 8ാം വാക്യം: ബഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരം അടിച്ചു. 2 വാക്കും ഒന്ന് ശ്രദ്ധിക്കണേ. ഹി പിച്ച്ഡ് ഹിസ് ടെന്റ്, കൂടാരം അടിച്ചു. യാഗപീഠം പണിതു. ഹി ബിൽറ്റ് ദി ഓൾട്ടർ, പിച്ച്ഡ് ഹിസ് ടെന്റ്. കൂടാരം അടിച്ചു എന്ന് പറഞ്ഞാൽ ഊരാവുന്ന രീതിയിലാണ്. യാഗപീഠം പണിതു എന്ന് പറഞ്ഞാൽ അത് പണിതതാണ്. ഇറ്റ് ഈസ് ബിൽറ്റ്. അപ്പോൾ അവിടെ 2 കാര്യമുണ്ടെന്നാണ് എൻ്റെ വിചാരം. അവൻ മുറുകെ പിടിച്ചത് ദൈവത്തിൻ്റെ യാഗപീഠമാണ്. അവൻ ലൈറ്റായി പിടിച്ചത്, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ അതിനെ മുറുകെ പിടിക്കാതെ അല്പം ലൂസായി വിട്ടത് തൻ്റെ ജീവിത കൂടാരത്തെയാണ്. അപ്പോൾ ഒരു ഭക്തൻ്റെ ജീവിതത്തിൻ്റെ നല്ല തെളിവ് ദൈവത്തോടുള്ള ബന്ധത്തിൽ മുറുകെ പിടിക്കുകയും തൻ്റെ സ്വന്തം ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു കൂടാരത്തിൽ ജീവിക്കുന്നത് പോലെ ഈ ലോകത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തൻ. ഹോൾഡിങ് ഗോഡ്ലി തിങ്സ് ടൈറ്റ്ലി, എർത്ത് തിങ്സ് ലൈറ്റ്ലി. ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവിക കാര്യങ്ങളെ മുറുകെ പിടിക്കുകയും ഭൗമിക കാര്യങ്ങളെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്ന ജീവിത ശൈലി. അപ്പോൾ ആരാധിച്ച ദൈവവേദലിൻ്റെ, അനുസരിച്ച ദൈവവേദലിൻ്റെ നല്ല ജീവിത ശൈലി, ലൈഫ് സ്റ്റൈൽ ഓഫ് എ ഫെയ്ത്ത്ഫുൾ മാൻ, വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് വന്ന ദൈവവേദലിൻ്റെ ജീവിതശൈലി. ഇന്നത്തെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഏത് പശ്ചാത്തലത്തിലുള്ളവരെയും വിളിച്ചു ചേർക്കുന്നൊരു ദൈവമുണ്ട്. പശ്ചാത്തലത്തിനകത്ത് പോരായ്മയുണ്ടെങ്കിലും പോരായ്മകളെ പരിഹരിക്കുന്ന, തൻ്റെ വിളിയാൽ പരിഹരിക്കുന്നൊരു ദൈവമുണ്ട്. ജീവിതത്തിൽ ചിലതൊക്കെ വെല്ലുവിളികളായി നമ്മുടെ ജീവിതത്തിൽ ശേഷിക്കുന്നെങ്കിലും ആ വെല്ലുവിളികളെയൊക്കെ പരിഹരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു ദൈവം. ഇറ്റ്സ് എ വണ്ടർഫുൾ ഗോഡ്. എന്നാൽ ആ ദൈവം വിളിക്കുമ്പോൾ, വെൻ ഗോഡ് കോൾസ് യു, അബ്രഹാമിനെ പോലെ അനുസരിക്കണം. 1, പറഞ്ഞതുപോലെ ചെയ്തു. 2, ഒഴികഴിവ് പറയാതെ അനുസരിച്ചു. തൻ്റെ ജീവിതത്തിൽ 3-മതായി തിരിച്ചു പോകാൻ യാതൊരു മാർഗവും ഇടാതെ വണ്ണം
അനുസരിച്ചു. 4 പൂർണ്ണമായി അനുസരിച്ചു. അപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. അവനൊരു വാഗ്ദത്വവും കൊടുത്തു. ഗോഡ് പ്രോമിസ്ഡ് ഹിം സംതിങ്. എത്ര ആശ്ചര്യമായി നിറവേറി, എത്ര ആശ്ചര്യമായി നിറവേറി. മമ്രയുടെ തോപ്പിൽ അബ്രഹാം ജീവിച്ചതായി പറഞ്ഞിട്ടുണ്ട്. മമ്രയുടെ തോപ്പിൽ ഇരിക്കുന്ന അബ്രഹാം പരദേശിയായി കൂടാരത്തിൽ പാർക്കുമ്പോൾ തൻ്റെ ജീവിതം എവിടെ എത്തുമെന്ന് തനിക്ക് ഒരുറപ്പുമില്ല. വലിയവനാകുമെന്നും പേർ വലുതാക്കുമെന്നും അനുഗ്രഹിക്കുമെന്നും അനുഗ്രഹമാക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം തനിക്ക് സമ്പത്തായി ഉണ്ടെന്നുള്ളതല്ലാതെ വേറെ ഒന്നും ആശ്ചര്യമായി തനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഏകദേശം 4000 വർഷങ്ങൾ കഴിഞ്ഞ് ആ ഭക്തൻ്റെ ജീവിതത്തെ ഒന്ന് നോക്കുമ്പോൾ ദൈവവിളി കേട്ടിറങ്ങുന്ന ഒരു വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം സകല സാധ്യതകളും ഒരുക്കി എത്തേണ്ടിടത്ത് എത്തിച്ച് ദൈവികമായ ഉദ്ദേശം നിറവേറ്റി ലോകത്തെ അനുഗ്രഹിക്കുമെന്ന് എത്ര വ്യക്തമായി കാണുന്നു, എത്ര വ്യക്തമായി കാണുന്നു. അബ്രഹാമിൻ്റെ ദൈവം നമ്മുടെ ദൈവവുമാണ്. അബ്രഹാം അനുസരിച്ചതുപോലെ അനുസരിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ഗോഡ് ഈസ് നോട്ട് ലിമിറ്റഡ് ഇൻ ഹിസ് എബിലിറ്റി, ഓർ വി ആർ നോട്ട് ലിമിറ്റഡ് ഇൻ വിത്ത് അവർ പോസിബിലിറ്റീസ് ഓൾസോ. നമ്മുടെ മുമ്പിലുള്ള സാധ്യതകൾക്ക് യാതൊരു ലിമിറ്റുമില്ല. ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നൊരു ദൈവമുണ്ട്. റെസ്പോൺസ് ഈസ് ഒബേ ദ ലോഡ്. കർത്താവ് പറയുന്നത് അനുസരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.